ഒന്നുമില്ലല്ലോ. അപ്പൊ എവിടെ തെറ്റുപറ്റാനാ? ആ ബോധം ഉണ്ടെങ്കിലേ പറ്റൂളേ, അല്ലെ പ്രായശ്ചിത്തം വേറെ പറയും. അപ്പൊ അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഭൂമി എന്ന് പറയുന്നത് ചവിട്ടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഭൂമി ചവിട്ടി തന്നെ വീണ ഭൂമിയാണ് ആലംബം. ആ ഭൂമിയെ ചവിട്ടാതെ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് യുധിഷ്ഠിരരുടെ രഥം സഞ്ചരിച്ചതുപോലെ ഒരു 4 അടി പൊങ്ങി പോകാമായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ചവിട്ടാതെ പോകാൻ പറ്റില്ല. പക്ഷെ ഒന്ന് പതുക്കെ ചവിട്ടുക. ഇവിടെയാണ് ആത്മസാക്ഷാത്കാരം കിട്ടിയ മഹാത്മാക്കൾ അവരുടെ പദവിന്യാസം കൊണ്ട് ഭൂമിയെ പവിത്രമാക്കിയിട്ടുള്ളത്. ഭൂമി സ്വതേ പവിത്ര തന്നെയാണ്. കാരണം ഭൂമി വിഷ്ണുവിന്റെ പത്നിയാണ്, വരാഹത്തിന്റെ പത്നി, മഹീപതി. മഹീ എന്ന് പറയുന്നത് വരാഹം, മഹീപതി എന്ന് പറയുന്നത് വരാഹമാണ്. വരാഹത്തിന്റെ ഭാര്യയായിട്ടാണ് ഭൂമിയെ പൊതുവെ കാണുന്നത്. വരാഹമാണ് തേച്ചയിലെ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത് പവിത്രമായ ഭൂമിയാണ്. ശ്രദ്ധിച്ച് സഞ്ചരിക്കും, പതുക്കെ. ഇവിടെയാണ് അനാമികനും അരൂപരുമായിട്ടുള്ള പരമപുരുഷൻ, അനാമികനും അരൂപനുമായിട്ടുള്ള പരമപുരുഷൻ രൂപനാമങ്ങൾ സ്വീകരിച്ച് അവതരിച്ചിട്ടുള്ളത്. ഇവിടെ അറിയാവുന്നതും അറിയപ്പെടാത്തതുമായ എത്രയോ അവതാര പുരുഷന്മാർ. അന്ന് ചെരുപ്പൊന്നുമില്ല. അപ്പൊ അവരുടെ പദവിന്യാസം നടത്തിയ ഭൂമിയാണിത്. അപ്പം ഈ ഭൂമി പരമ പവിത്രമാണ്. ഈ ഭൂമി പവിത്രമാണ്. ഇതിലെ മണ്ണ് പ്രസാദമായിട്ട് നമുക്ക് തൊടാവുന്നത്. അത്രയും പവിത്രമാണ് ഭാരതഭൂമി. അപ്പം ആ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പം ശ്രീബുദ്ധൻ സഞ്ചരിച്ച ഭൂമിയാണ് എന്ന് ജിദ്ദു കൃഷ്ണമൂർത്തി അതിലൂടെ കുതിച്ചു പാഞ്ഞവനെ ഓർമ്മിപ്പിച്ചത് ഒന്ന് ഓർക്കുക. അത് ഏത് ഭൂമിക്കും ആപ്ലിക്കബിൾ ആണ്. ഒന്ന് പതുക്കെ പോകൂ, ഇത് പവിത്രമായ മണ്ണാണ്. ആ ബോധത്തോടു കൂടിയാണ് നമ്മൾ നടക്കുന്നത് വിചാരിക്കുക. ഈ ഭൂമി അതിപവിത്രയാണ്. ഇവിടെ എനിക്ക് മുമ്പേ എത്രയോ ആത്മസാക്ഷാത്കാരം കിട്ടിയ മഹാത്മാക്കളും എത്രയോ അവതാര പുരുഷന്മാരും ആണും പെണ്ണുമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന ബോധത്തോടു കൂടി നാം നടക്കുമ്പം നമ്മളുടെ അടി വളരെ പതുക്കെയായിരിക്കും നമ്മൾ വയ്ക്കുക. ശ്രദ്ധിച്ചാൽ വയ്ക്കുക.